നമസ്കാരം. ബംഗ്ലാദേശിൽ വീണ്ടും ഇന്ത്യ വിരുദ്ധ കലാപം അരങ്ങേറുകയാണ്. ബംഗ്ലാദേശിലെ ചില സംഘടനകൾക്കും ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിനും ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഷെയ്ഖ് ഹസീനയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്നും നിർബന്ധിച്ച് പുറത്താക്കുന്നത്. അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനുശേഷം ബംഗ്ലാദേശിൽ നിന്നും ഷെയ്ഖ് ഹസീന പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ഒരു പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്ന സാഹചര്യമുണ്ടായി. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് കഴിഞ്ഞ കുറേ നാളായി ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിലെ ഒരു കോടതി ചില കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അഴിമതി, അതുപോലെ തന്നെ കൊലപാതകം എന്നിങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങൾ അവർക്ക് മേലെ ചാർത്തിയിട്ടുണ്ട്. അതിന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ആ വധശിക്ഷ നടപ്പിലാക്കാൻ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്നാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള ഒരു കരാറുണ്ട്. ആ കരാർ അടിസ്ഥാനമാക്കി ആ കരാർ ഇന്ത്യ പാലിക്കണം എന്നാണ് ബംഗ്ലാദേശ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീന അത്തരത്തിലൊരു കുറ്റവാളിയല്ല. രാഷ്ട്രീയമായി ഇത്തരത്തിൽ കുറ്റം ചാർത്തപ്പെട്ടവർ ഈ കരാറിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് ഇന്ത്യ നിലപാടെടുത്തത്. അതോടുകൂടി ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ ശക്തമാക്കാൻ ബംഗ്ലാദേശ് തീരുമാനിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ കൂടുതൽ ഗൂഢാലോചന അരങ്ങേറുന്നത്. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായി വരച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ഭൂപടം കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനിൽ നിന്നെത്തിയ സൈനിക ഉദ്യോഗസ്ഥന് ഇത്തരത്തിലൊരു ഭൂപടം കൈമാറുന്നു. മാത്രമല്ല, ഇടക്കാല സർക്കാരിൻ്റെ നേതാവ് മുഹമ്മദ് യൂനസ് പല രാജ്യങ്ങളിലും പോയി ഇത്തരത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മുടേതായി മാറും എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കുന്നു. ആ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളും മറ്റ് ചില വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇത്തരത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമാകും എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഞങ്ങൾ പിടിച്ചെടുക്കും, ചിക്കൻ നെക്ക് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദവും ഇന്ത്യക്കെതിരെ ഭീഷണിയും ഒക്കെ മുഴക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി നടന്നിരുന്ന, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു ഭൂപടം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനാ തലവൻ, അതായത് ഇൻകുലാബ് മഞ്ച് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിലെ ഒരു സംഘടനയുടെ, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഉസ്മാൻ ഹാദി കഴിഞ്ഞ ദിവസങ്ങൾ കൊല്ലപ്പെട്ടു. അതായത് ഉസ്മാൻ ഹാദിക്ക് അജ്ഞാതരുടെ വെടിയേൽക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതിയാണ് ഇത്തരത്തിൽ ഉസ്മാൻ ഹാദിക്ക് അജ്ഞാതരുടെ വെടിയേറ്റത്. ഇയാൾ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഖംമൂടി ധരിച്ചിരുന്ന ചില ആളുകൾ ഇയാളെ വെടിവെക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായ അവസ്ഥയിൽ സിംഗപ്പൂരിലെ ഒരു ആശുപത്രിയിലാണ് ഉസ്മാൻ ഹാദിയെ ചികിത്സിച്ചത്. പക്ഷേ ആ ചികിത്സ ഫലം കണ്ടില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ഉസ്മാൻ ഹാദി മരണമടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹാദി കൊല്ലപ്പെട്ടതോടുകൂടി വലിയ കലാപമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. അതായത് ഉസ്മാൻ ഹാദി എന്ന 34-കാരനെ കൊന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് എന്നും ഈ കൊലപ്പെടുത്തിയ അജ്ഞാതർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു എന്നും രാജ്യത്താകെ ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത്. രാജ്യത്താകമാനം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഉണ്ടാകുന്നു. ഈ പ്രതിഷേധക്കാർ പോലീസുമായും സുരക്ഷാ ഏജൻസികളുമായും ഒക്കെ ഏറ്റുമുട്ടുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് നേരെയും നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ നടക്കുന്നുണ്ട്. നയതന്ത്ര കാര്യാലയങ്ങൾക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കുമെല്ലാം വലിയ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് ഈ കലാപകാരികൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന വീഡിയോ ദൃശ്യങ്ങളും മറ്റും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഇന്ത്യയിലെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി അറിയിക്കുകയും ചെയ്തതാണ്. അതായത് ബംഗ്ലാദേശിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഈ പറയുന്ന ഉസ്മാൻ ഹാദിയുടെ കൊലപാതകികൾ ഇന്ത്യക്കാരാണ് എന്ന് വെറുതെ യാതൊരു തെളിവുമില്ലാതെ ബംഗ്ലാദേശ് ജനതയോട് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ISIയുടെ കരങ്ങളുണ്ട് എന്നും ഇപ്പോൾ സൂചനയുണ്ട്. എന്തായാലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ബംഗ്ലാദേശിലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകൾ, ഇൻകുലാബ് മഞ്ച്, അതുപോലെ തന്നെ നാഷണൽ സിറ്റിസൺസ് പാർട്ടി അഥവാ NCP,
അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി, സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രീഷൻ എന്നൊക്കെ പറയുന്ന സംഘടനകൾ, ഈ സംഘടനകളൊക്കെയാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കഴിഞ്ഞ വർഷം പ്രക്ഷോഭമുണ്ടാക്കിയത്. ഈ സംഘടനകളാണ് ഇപ്പോൾ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെയൊക്കെ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത്തരം സംഘടനകൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ അവിടെ നടത്തുകയും അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയെ അങ്ങേയറ്റം വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥിതി അത് ബംഗ്ലാദേശിൽ വലിയ കലാപമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ അനധിസാധാരണമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സ്ഥിതിഗതികൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവിടുത്തെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടുമിരിക്കുകയാണ് എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് എത്രമാത്രം ശ്രമിച്ചാലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കാരണവശാലും അങ്ങനെ സാധിക്കില്ല. ഇനി പാകിസ്ഥാനും അമേരിക്കയും കൂടി ചേർന്നാലും അതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിലൊന്നും നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്നത് വേറൊരു കാര്യമാണ്. പാകിസ്ഥാന്റെ പിന്തുണ എന്തായാലും ഇപ്പോൾ ബംഗ്ലാദേശിനുണ്ട്. മാത്രമല്ല പാകിസ്ഥാനി ഭീകര സംഘടനകൾ ബംഗ്ലാദേശ് കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തതായും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുമുണ്ട്. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെതിരെ പ്രശ്നം വഷളായാൽ, ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോയാൽ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ബംഗ്ലാദേശ് മേഖലകളിൽ, അതിർത്തി പ്രദേശങ്ങളിൽ വലിയ പട ഒരുക്കത്തിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ സേന ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ തലത്തിലും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ദില്ലിയിൽ നിന്നും ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.